ക്രിസ്തുവിൽ എന്നതിന്റെ പ്രാധാന്യം. വേദപുസ്തകം ഒരു സിക്സാക് പസിലാണ്. വേദപുസ്തകത്തിൽ അനേക മർമ്മങ്ങളുണ്ട്. ദൈവം ഒരു മർമ്മമാണ്. ദൈവത്തിന്റെ മർമ്മം ക്രിസ്തുവാണ്. വീണ്ടും ക്രിസ്തുവിന്റെ മർമ്മം സഭയാണെന്നും നാം കാണണം. ക്രിസ്തു വളരെ മാർമികനാണ്. ക്രിസ്തു സർവവും ഉൾക്കൊള്ളുന്നവനും തീർന്നു പോകാത്തവനും വിശാലനുമാണ് എന്നുള്ളത് നാം കാണണം. വേദപുസ്തകത്തിൽ അതിനാൽ ഒരു പുതിയ പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുവിൽ. ഈ സന്ദേശത്തിൽ ക്രിസ്തുവിൽ എന്നുള്ള ആ പദത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുവിൽ എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. ബന്ധമെന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ. ക്രിസ്തു ഒരു മണ്ഡലവും ക്രിസ്തു ഒരു മാർഗവുമാണ്. പുതിയ നിയമത്തിൽ ഈ പദം വളരെ പ്രാധാന്യമർഹിക്കുന്നതായി നമുക്ക് കാണാം. ഗലാത്യർ 2:16 എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് കൊലോസ്യർ 1:16 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ക്രിസ്തുവിൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ഒരു ജൈവിക ബന്ധത്തിൽ നാം ആയിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു കൂടിച്ചേരലിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതായത് ഒരുവൻ ക്രിസ്തുവിൽ ഒരു ജൈവിക ബന്ധത്തിലായി തീരുമ്പോൾ അവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. 1 യോഹന്നാൻ 2:5 എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്കറിയാം. നാം ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നാം ക്രിസ്തുവുമായി ഒരു ജൈവിക ബന്ധത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവുമായി ഒരു ജൈവിക ബന്ധത്തിലും അതുപോലെ ക്രിസ്തു എന്ന മണ്ഡലത്തിലും അവസ്ഥയിലും നാം ആകുന്നു എന്നുള്ളതാണ്. ക്രിസ്തു എന്ന മണ്ഡലത്തിലും ക്രിസ്തു എന്ന ആളത്വത്തിലും നാം ആയിരിക്കുന്നു എന്നുള്ളതാണ്. കൊലോസ്യർ 1:16 നാം വീണ്ടും നോക്കുമ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. നാം കാണുന്നത് ക്രിസ്തുവിൽ നാം പരസ്പരം നിവസിക്കുകയും ക്രിസ്തു നമ്മുടെ മണ്ഡലവും ക്രിസ്തു നമ്മുടെ സ്ഥാനവുമാകുന്നു. എല്ലാ സൃഷ്ടിയും അവനാൽ ഉളവായി. കൊലോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. കൊലോസ്യർ 1:18b അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ എല്ലാ സൃഷ്ടിയും ക്രിസ്തുവിനാലും ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. കൊലോസ്യർ 1:16 അവസാന ഭാഗം അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ സൃഷ്ടി ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. അതായത് ഇവിടെയും ക്രിസ്തു തന്നെയാണ് അതിന്റെ മണ്ഡലവും അതിന്റെ സ്ഥാനവും. എഫെസ്യർ 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എഫെസ്യർ 2:15 സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. കൊലോസ്യർ 1:18 അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അതിനാൽ പഴയ സൃഷ്ടിയും പുതിയ സൃഷ്ടിയും എല്ലാം തന്നെ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ക്രിസ്തുവിലാകുന്നു. ദൈവം നമ്മിലേക്ക് കടന്നു വരുന്നതും ക്രിസ്തുവിലൂടെയാകുന്നു. 2 കൊരിന്ത്യർ 5:19 ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു.
ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ദൈവം ക്രിസ്തുവിൽ മനുഷ്യനെ തന്നോട് നിരപ്പിക്കുകയായിരുന്നു. യോഹന്നാൻ 14:23 യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങൾ എന്നുദ്ദേശിക്കുന്നത് പിതാവിനെയും പുത്രനെയും കുറിച്ചാണ്. അവർ നമ്മിലേക്ക് കടന്നു വന്ന് നമ്മിൽ വാസം ചെയ്യും. ദൈവത്തിന്റെ എല്ലാ പൂർണ്ണതയും സകല സമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുന്നു. കൊലോസ്യർ 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇതിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നുവെന്ന് നാം കാണുന്നു. വെളിപ്പാട് പുസ്തകം 21:23 നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ഈ വിളക്കിൽ കുഞ്ഞാടുണ്ട്. ക്രിസ്തുവിൽ മാത്രമേ ദൈവത്തിന് നമ്മിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. റോമർ 8:9-10 നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ക്രിസ്തു നിങ്ങളിലാകുന്നു. യോഹന്നാൻ 17:23b നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും ക്രിസ്തുവിൽ സൃഷ്ടിക്കുകയും ചെയ്തു. എഫെസ്യർ 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഉൽപ്പത്തി 1:26 അതിനോടുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. കൊലോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് നാം കാണുന്നുണ്ടല്ലോ. ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. റോമർ 16:13 കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. ഇവിടെ രൂഫോസിനെ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായി നാം കാണുന്നു. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. ദൈവം മനുഷ്യനെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി 1:27 നാം കാണുന്നു. കൊലോസ്യർ 1:15 ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാകുന്നുവെന്നും കാണുന്നു. കൊലോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു എന്ന് നാം കണ്ടു. ക്രിസ്തു ഒരു പ്രതിമയാകുന്നു. രണ്ടും നാം ചേർത്ത് വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ക്രിസ്തുവിലാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടെടുപ്പും ക്രിസ്തുവിലാണ്, രക്ഷയും ക്രിസ്തുവിലാണ്. പുറപ്പാട് 8:23 എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വയ്ക്കും, നാളെ ഈ അടയാളം ഉണ്ടാകും. ദൈവമായ യഹോവ ഫറവോനോട് പറയുന്നതാണ്, ഞാൻ ഒരു വീണ്ടെടുപ്പിനെ വരുത്തും, നിന്റെ ജനത്തിനും എന്റെ ജനത്തിനും മധ്യേ അതൊരു അടയാളമായിരിക്കും. വീണ്ടെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. സങ്കീർത്തനങ്ങൾ 111:10 അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. ലൂക്കോസ് 2:30-31-32 ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ രക്ഷ ക്രിസ്തു ആകുന്നുവെന്നും രക്ഷ ക്രിസ്തുവിലൂടെ ആകുന്നുവെന്നുള്ളതും നാം കാണുന്നു. വീണ്ടെടുപ്പ് ക്രിസ്തുവിലൂടെ മാത്രമാണ്. റോമർ 8:24 പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ഈ പ്രത്യാശ ക്രിസ്തുവിലൂടെയാണെന്ന് നാം കാണുന്നു. വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ
പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ കർത്താവിന്റെ രക്ഷ പ്രവർത്തനനിരതമായിരുന്നു. പഴയ നിയമത്തിലും ഈ രക്ഷ പ്രവർത്തനനിരതമായിരുന്നു. കാരണം വീണ്ടെടുപ്പ് ക്രിസ്തുവിലാണെന്ന് ഇത് കാണിക്കുന്നു. എബ്രായർ 9:12 ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. അതിനാൽ രക്ഷ ക്രിസ്തുവിലാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എബ്രായർ 5:9 അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് ക്രിസ്തുവിൽ നാം ഒന്നായി ചേരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായുള്ള ഒരു ജൈവിക ബന്ധത്തിലായി തീരുക എന്നുള്ളതാണ്. ഒരുവൻ ക്രിസ്തുവിൽ ആയി തീരുക എന്ന് പറയുമ്പോൾ അവൻ ക്രിസ്തുവെന്ന മണ്ഡലത്തിലും ക്രിസ്തുവെന്ന സ്ഥാനത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആയതിനാൽ ക്രിസ്തുവിൽ എന്നുള്ളതിന് നിറയെ അർത്ഥങ്ങളുണ്ട്. ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു ദൈവമാണ്, ക്രിസ്തു വീണ്ടെടുപ്പാണ്, ക്രിസ്തു രക്ഷയാണ്. പ്രപഞ്ചത്തിലെ സർവവും ക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. പ്രാധാന്യം വളരെ ആഴമേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ എന്നുള്ള ആ പദത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.